മൊസാദ് ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. 3D വീഡിയോ ആണ്. എങ്ങനെ ഖമനയിയെ കൊന്നു എന്നാണ് മൊസാദിൻ്റെ വീഡിയോ. മൊസാദിൻ്റെ ഹാൻഡിലുണ്ട്. അപ്പോൾ മിസൈൽ ഇങ്ങനെ പറന്നു വരുന്നു. കെട്ടിടത്തിൻ്റെ അടിയിലുള്ള ബങ്കറിലേക്ക് പോയി തകരുന്നു. അവിടെ IRGCയുടെ ഉദ്യോഗസ്ഥർക്കൊപ്പം ഇരുന്ന ഖമനയി കൊല്ലപ്പെടുന്നു. ഇതാണ് വീഡിയോയുടെ സാരം. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഖമനയിയെ കൊന്നത് എന്നത് സംബന്ധിച്ച് വേറെ ചില വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഏറ്റവും പുതിയത് വേറെ ചില വാർത്ത വന്ന് നമ്മൾ വീഡിയോ ചെയ്തു, അത് പറയാം കൂട്ടത്തിൽ. പക്ഷേ ഏറ്റവും പുതിയ വിവരം ഖമനയിയെ കൊന്നത് നീല നിറത്തിലുള്ള ചില കുരുവികളാണ്. ഈ കുരുവികൾ 30 എണ്ണം പറന്നു വന്നു. 30 കുരുവികൾ പറന്നു വന്നത് ബഹിരാകാശത്തു നിന്നാണ്. അതായത് ബ്ലൂ സ്പാരോ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും ആധുനികമായ ഒരു മിസൈൽ സ്പേസിൽ നിന്ന് വന്നതാണ്. അത് വളരെ തന്ത്രപ്രധാനമായ ഒരു മിസൈൽ പരീക്ഷണം കൂടിയാണ് ഇസ്രായേൽ നടത്തിയത്. അവരുടെ പക്കൽ ഈ സ്പാരോ റേഞ്ചിലുള്ള 3 തരം മിസൈലുണ്ട്: ബ്ലാക്ക്, ബ്ലൂ ആൻഡ് സിൽവർ. ഇത് മുഴുവൻ അവർ ആദ്യകാലത്തുണ്ടാക്കിയത് അവരുടെ അയൺ ഡോം ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ അത് വിക്ഷേപിക്കും, എന്നിട്ട് അയൺ ഡോം കൊണ്ട് തകർക്കും. അങ്ങനെ വലിയ വൻ വിജയം നേടി അയൺ ഡോമും പിന്നീട് ആരോയും ഡേവിഡ് സ്ലിംഗ് ഉൾപ്പെടെയുള്ള അവിടെ പ്രതിരോധ സന്നാഹങ്ങളുടെയൊക്കെ പരീക്ഷണം നടത്തിയത് ഈ ബ്ലൂ, സിൽവർ ആൻഡ് ബ്ലാക്ക് സ്പാരോ മിസൈലുകളുടെ ഡമ്മി ഉപയോഗിച്ചിട്ടാണ്. അതിനുശേഷം ഡമ്മി മാത്രമല്ല, ഒറിജിനൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. F-15 വിമാനത്തിൽ ഇത് ഘടിപ്പിച്ചിട്ട് ഈ ഖമനയെ കൊല്ലാൻ വേണ്ടിയിട്ട് 30 കുരുവികൾ ബ്ലൂ സ്പാരോസിനെയാണ് വിട്ടത്. അതുമായിട്ട് ഈ ബ്ലൂ സ്പാരോ മിസൈലുകളുള്ള വിമാനങ്ങൾ ആകാശത്തിൽ ഏറ്റവും വലിയ ഹൈറ്റ്സിലേക്ക് പൊങ്ങി. എന്നിട്ട് ഈ മിസൈൽ നേരെ സ്പേസിലേക്ക് വിട്ടു. അത് നമ്മുടെ അന്തരീക്ഷം കടന്ന് പുറത്തേക്ക് പോയതിന് ശേഷം അവിടെ വെച്ച് അത് റീ എൻട്രി വെഹിക്കിളായിട്ട് മാറി. അത് കൃത്യമായി വലിയ ഭാരത്തിൽ, അത് പറയുന്ന ഒരു മിസൈലിന് ഒരു ലണ്ടൻ ബസ്സിൻ്റെ വലിപ്പമുണ്ട്. 1900 കിലോഗ്രാം ഭാരം, പിന്നെ 6.5 മീറ്റർ നീളം. ഇത്രയുമുള്ള സാധനമാണ് 30 എണ്ണം നേരെ ഖമനയി ഇരിക്കുന്നു എന്ന് കൃത്യമായി ഇൻ്റൽസ് കിട്ടിയ സ്ഥലത്തേക്ക് കൃത്യമായി 30 എണ്ണം വന്നു വീണു. നോക്കൂ, ഒരെണ്ണത്തിൽ 500 കിലോഗ്രാം സ്ഫോടക വസ്തുണ്ട്. 30 എണ്ണം എന്ന് പറയുമ്പോഴത്തേക്ക് 15,000 കിലോഗ്രാം. ഖമനയുടെ ബാക്കി വല്ലതും കിട്ടിയോ അറിയില്ല, ബാക്കി വല്ലതും കിട്ടിയെന്നറിയില്ല. അപ്പോൾ ഇതിന് തന്ത്രപ്രധാനമായ ഒരു കാര്യം, ടെക്നോളജി അല്ലെങ്കിൽ യുദ്ധ വൈദഗ്ധ്യമുള്ള ആളുകൾ പറയുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും ആധുനികമായ ഒരു പരീക്ഷണം. അതായത് വിമാനത്തിൽ നിന്ന് ഷൂട്ട് ചെയ്ത് സ്പേസിലേക്ക് പോകും മിസൈൽ. അവിടെ നിന്ന് അത് തിരിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്ക് വലിയ ഭാരം കുത്തനെ വന്ന് വീഴുകയാണ്. പല മാക്ക് സ്പീഡാണ് എന്ന് പറഞ്ഞാൽ ശബ്ദത്തെക്കാളും പല മടങ്ങ് വേഗത്തിലേക്ക് വരുന്ന ഇതിനെ റഡാർ ഉപയോഗിച്ചോ എയർ ഡിഫൻസ് മെക്കാനിസം ഉപയോഗിച്ചോ തകർക്കാൻ പറ്റില്ല. ഖമനയി ഉൾപ്പെടെയുള്ള IRGCയുടെ മുഴുവൻ ആളുകളും തീർക്കണം എന്ന് തീരുമാനിച്ചിട്ടാണ് ഈ ബ്ലൂ സ്പാരോ വിട്ടത്. ബ്ലൂ സ്പാരോ മാത്രമേ വിട്ടിട്ടുള്ളൂ. ഇനി ബ്ലാക്ക് സ്പാരോ കയ്യിലുണ്ട്, സിൽവർ സ്പാരോ കയ്യിലുണ്ട്. അപ്പോൾ ഇസ്രായേൽ അവരുടെ ഏറ്റവും വലിയൊരു ആയുധം ആദ്യമായി യുദ്ധചരിത്രത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. അതാണ് ബ്ലൂ സ്പാരോയുടെ പ്രത്യേകത. ഈ നീലക്കുരുവി, മരണത്തിൻ്റെ നീലക്കുരുവികൾ 30 എണ്ണം പറന്നു വന്നപ്പോഴാണ് ഖമനയി അപ്പൂപ്പൻ പടമായത്. അപ്പോൾ ഈ യുദ്ധരംഗത്ത് എല്ലാ യുദ്ധവും പുതിയ ആയുധങ്ങളുടെ പരീക്ഷണം കൂടിയാണ്. നമ്മൾ നമ്മുടെ സുദർശൻ, അല്ലേ, ആകാശ്, പ്രഹാർ, ഇങ്ങനെയുള്ള നമ്മുടെ പലതരം ആയുധങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിന് നമ്മൾ പരീക്ഷിച്ചു. ബ്രഹ്മോസിൻ്റെ ശേഷി കാണിച്ചു കൊടുത്തു. സുദർശൻ ചക്ര എന്ന് പറയുന്ന നമ്മുടെ ഡിഫൻസ് മെക്കാനിസം കാണിച്ചു കൊടുത്തു. അപ്പം ഇതുപോലെ ഇസ്രായേലും ഈ ബ്ലൂ സ്പാരോ എന്ന് പറയുന്ന നീലക്കുരുവികളെ വിട്ടിട്ടാണ് ഇയാളെ തീർത്തത് എന്നുള്ള വാർത്ത ഇപ്പോൾ യുദ്ധരംഗത്ത് വലിയ ചർച്ചയാണ്. അപ്പം ഇസ്രായേലിൻ്റെ പുതിയ ടെക്നോളജികൾ, മൊസാദിൻ്റെ തന്ത്രത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇസ്രായേലിലെ മുഴുവൻ ട്രാഫിക് ക്യാമറകളും അവർ ട്രാക്ക് ചെയ്യുമായിരുന്നു. ഓരോരുത്തരും എവിടെയൊക്കെ പോകുന്നു കൃത്യമായി അറിയാമായിരുന്നു. പ്രത്യേകിച്ച് IRGCയുടെ ആളുകൾ ട്രാഫിക് ക്യാമറയിൽ നിന്നുള്ള ഇൻപുട്സ് മുഴുവൻ ആരെവിടെ നടന്നാലും ഖമനയി പോകുന്നതൊക്കെ ടെല്ലവീവിലിരുന്ന് നെതന്യാഹു കാണുമായിരുന്നു. തീർന്നില്ല. അതുകൂടാതെ അവിടെ ഇസ്രായേലിൽ നിന്ന് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ നിയോഗിക്കപ്പെട്ട ഇറാനികൾ തന്നെയായിട്ടുള്ള ഒരുപാട് ദന്തിസ്റ്റുകളുണ്ട്. ഈ മുതിർന്ന നേതാക്കന്മാരുടെ ഖമനയുടെ ഉൾപ്പെടെയുള്ള പല്ലൊക്കെ റൂട്ട് കനാലൊക്കെ ചെയ്തപ്പോൾ വളരെ ചെറിയ മൈക്രോ ചിപ്പുകൾ ഉള്ളിൽ വെച്ചിരുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ വല്ലാത്ത തരത്തിലുള്ള ഒരു ഓപ്പറേഷനാണ്. നമുക്ക് ഓർക്കുന്നില്ലേ, സാറ് ഓർക്കുന്നുണ്ടല്ലോ, ഹിസ്ബുള്ളയെ തീർത്ത് ലബനോണിൽ പേജർ പൊട്ടിത്തെറിച്ച്. അതുപോലെ യുദ്ധരംഗത്ത് വലിയ മികവ് സൈനികമായി കാണിക്കുന്നു, പുതിയ ആയുധങ്ങളുടെ പരീക്ഷണം നടത്തുന്നു. പിഴവില്ലാത്ത ഇൻ്റലിജൻസ് ശേഖരം ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. അതിൻ്റെ കാര്യത്തിലും ഈ യുദ്ധത്തിൽ ഇസ്രായേലും മൊസാദും
IDF-ഉം മൊസാദും അവരുടെ പ്രാവീണ്യം കൂടുതൽ തെളിയിച്ചിരിക്കുന്നു എന്നാണ് ഈ നീലക്കുരുവികളുടെ കഥയിലൂടെ പറയുന്നത്. ഷുവർ. അതായത് ആഗോളതലത്തിൽ ഇൻ്റലിജൻസ് ഗ്യാതറിങ് എന്ന് പറയുന്നത് അതിൻ്റെ ബെഞ്ച് മാർക്ക് എന്ന് പറയും, അളവുകോൽ. ഇപ്പോൾ സുനിൽ, യു ആർ എ ഫാന്റാസ്റ്റിക് ജേർണലിസ്റ്റ്. താങ്ക് യു. സാറിനെ പോലെ ഒരാൾ പറയുമ്പോൾ വലിയ സന്തോഷമാണ്. എൻ്റെ കൂടുതൽ ആഗ്രഹം എന്താണെന്നറിയോ, നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ സുനിൽ എഴുതുന്നത് പോലെ എഴുതാൻ പറ്റുമോ, അല്ല സുനിൽ പറയുന്നത് പോലെ പറയാൻ പറ്റുമോ? ഞാൻ കാര്യമായിട്ടാണ് ചോദിക്കുകയാണ്. നോ നോ നോ, ഞാൻ ഇന്ന് ഐ കൺസിഡർ മൈസെൽഫ് എസ് എ സ്റ്റുഡൻറ്റ്, ഒരു വിദ്യാർത്ഥി, ജേർണലിസം രംഗത്ത് ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ ഇന്നും പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പറയുമ്പോൾ സുനിൽ എഴുതുന്ന പോലെ എഴുതാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ പറയുന്നത് പോലെ പറയാൻ പറ്റുന്നുണ്ടോ, ഇതാണ് എൻ്റെയൊക്കെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. അതേപോലെയാണ് ഈവൻ CIA വരെ എന്താ പറയുക മൊസാദിനെ കണക്കാക്കുന്നത്. ഞാൻ ഒരിക്കൽ സുനിലിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു, സ്റ്റാലിൻ മരിച്ച് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹെഡായിട്ട് ക്രൂഷ്ചേവ് വരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി മീറ്റിംഗ് അവിടെ വലിയതാണ്, പൊളിറ്റ് ബ്യൂറോ, സെൻട്രൽ കമ്മിറ്റി, വലിയ ഹൈ പവർഫുൾ ഇതാണ്, യോഗങ്ങളാണ്. സെൻട്രൽ കമ്മിറ്റീനെ ക്രൂഷ്ചേവ് അഡ്രസ്സ് ചെയ്യുകയാണ്. അപ്പോൾ അയാൾ അവിടെ എന്താ പറയുന്നത് എന്ന് അമേരിക്കൻ സുരക്ഷാ വകുപ്പിന്, അമേരിക്കൻ രഹസ്യ സംഘടനയ്ക്ക് അറിയണം. കാരണം ക്യൂബൻ മിസൈൽ ക്രൈസിസും അതൊക്കെയായിട്ട് കോൾഡ് വാർ അതിൻ്റെ പീക്കിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ പ്രസംഗിക്കുന്നിടത്തുനിന്ന് അവിടെ പോകാൻ പറ്റൂലല്ലോ, ഭയങ്കര സെക്യൂരിറ്റി അല്ലേന്ന്. ഈ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ ഇവരിങ്ങനെ അന്വേഷിച്ച് ഇവർ മൊസാദുമായിട്ട് ബന്ധപ്പെട്ടു. മൊസാദിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് അയാളുടെ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ അയാളുടെ പ്രസംഗത്തിൻ്റെ ഒരു കോപ്പി അയാൾ എന്താ പറഞ്ഞതെന്ന് അറിയണം. അവർ പറഞ്ഞു ഞങ്ങൾ സംഗതി തരാം, ട്രാൻസ്ക്രിപ്റ്റ് റെഡിയാക്കി തരാം, പക്ഷേ ഒരു കാരണവശാലും മൊസാദ് വഴിയാണിത് കിട്ടിയതെന്ന് നിങ്ങൾ ആരോടും പറയരുത്. നിങ്ങൾ ട്രാൻസ്ക്രിപ്റ്റ് നിങ്ങൾ ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ കഴിവ്, പക്ഷേ ഞങ്ങളുടെ പേരൊരിടത്തും വലിച്ചു പറയരുത്. 10-30 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്ത് വിട്ടോളൂ, അതിന് കുഴപ്പമില്ല എന്ന്. ക്രൂഷ്ചേവിൻ്റെ പ്രസംഗം കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ അമേരിക്കയ്ക്ക് ഈ അയാളുടെ പ്രസംഗത്തിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് അങ്ങനെ തന്നെ എത്തിച്ചു കൊടുത്തു വരും. എങ്ങനെ കിട്ടിയത്? അതുപോലെ നമ്മളുടെ നാസർ, കേണൽ അബ്ദുൽ ഗമാൽ നാസർ, ഈജിപ്ഷ്യൻ്റെ ഭയങ്കര ഹാൻസം ആയിട്ടുള്ളൊരു പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു. 56-57 വയസ്സായപ്പോഴത്തേക്ക് അയാൾ മരിച്ചുപോയി. അയാൾ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് അയാളുടെ ഡിന്നർ ടേബിളിലും അയാളുടെ ഓഫീസ് ക്യാബിനിലും നടക്കുന്ന ഡിസ്കഷൻ്റെ മുഴുവൻ വിവരങ്ങളും ആദ്യം വിത്തിൻ സെക്കൻഡ്സ് ഇസ്രായേലിന് കിട്ടുമായിരുന്നു മൊസാദ് വഴി. എങ്ങനെയാണെന്ന് അറിഞ്ഞത്, ഈ നാസറിൻ്റെ മൂത്ത മോളെ കല്യാണം കഴിച്ചിരുന്ന ആൾ ഇസ്രായേലിൻ്റെ ഏജൻ്റായിരുന്നു. അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരു ജോസഫ് എന്നൊക്കെ പറഞ്ഞൊരു യഹൂദ പ്രൊഫസറാണ് അദ്ദേഹം, ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1971 ഇൻഡോ പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ച്, ഇന്ത്യനെ പാകിസ്ഥാൻ ആക്രമിക്കും, പശ്ചിമ മേഖലയിൽ ആക്രമിക്കും എന്നുള്ള വിവരം ഇന്ത്യക്ക് നൽകിയത്, ഇന്ദിരാഗാന്ധിക്ക് നൽകിയത് മൊസാദായിരുന്നു. അവർ കഴിഞ്ഞിട്ടേ വേറെ ആർക്കും ഇൻ്റലിജൻസ് ഗ്യാതറിങ്ങിലുള്ളൂ. അപ്പം നമ്മുടെ രഹസ്യ സംഘടനകളെക്കായൊക്കെ കൂടുതൽ അവരുടെ രഹസ്യ സംഘടനകൾ തന്നെയാണ് ഓൾ പവർഫുൾ. പക്ഷെ അവർക്ക് പറ്റിയൊരു കംപ്ലാസൻസി ഈ ഒക്ടോബർ 7, 2023 ഗസ പ്രശ്നമായിരുന്നു. ഗസയിൽ അവർക്ക് ഇസ്രായേലിനെതിരെ അതെന്താ പറ്റിയെന്ന് വെച്ചാൽ, ഇസ്രായേൽ ഇവരെ ഈ ഹമസിനെ അല്ലെങ്കിൽ മറ്റേ ഹെസ്ബോളേനെയൊക്കെ അന്ധമായിട്ട് അങ്ങ് വിശ്വസിച്ചു. അവർ പറഞ്ഞത് മുഴുവനും അവർ പറഞ്ഞു ഞങ്ങൾ ഗസയിലുള്ള പലസ്തീൻ പലസ്തീനിയൻ സിറ്റിസൺസിൻ്റെ സുരക്ഷിതത്വം, വെൽഫെയർ മാത്രമേ ഞങ്ങൾക്ക് ലക്ഷ്യമുള്ളൂ, വേറെ ഒന്നും ഞങ്ങൾക്ക് ലക്ഷ്യമില്ല. അങ്ങനെയാണ് ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറിയത്. ഇസ്രായേൽ പൗരന്മാർ കുറേ പേരുണ്ടായിരുന്നു അവിടെ. ഇവരെന്താ ചെയ്തത്? ഇവർ ഗസയിലേക്കുള്ള ജനങ്ങൾക്ക് കൊടുക്കേണ്ടിയിരുന്ന ആ വരുമാനം മുഴുവനും ഈ യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. ഗുഹയൊക്കെ ഉണ്ടാക്കി, ടണലുണ്ടാക്കി, പഞ്ചനക്ഷത്ര ഹോട്ടൽ സമൂഹം വരെ ഉണ്ടാക്കിയവർ. പക്ഷെ അത് വേറെ കാര്യമുണ്ട് സാർ, അത് നമ്മൾ മൊസാദിനെ കുറിച്ച് എത്ര ഗ്ലോറിഫൈ ചെയ്ത് പറയുമ്പോഴും അതൊരു വലിയ പരാജയമായിരുന്നു.
കാരണം സമ്മതിച്ചു. ഒന്നും രണ്ടും പേരൊന്നും അല്ല അവര് ഹമാസ് കയറി വന്നത്, അതെ, ആയിരക്കണക്കിന് ആളല്ല വന്നത്. അല്ല, അവർ അത്രയും പ്രതീക്ഷിച്ചിട്ടില്ല സുനിൽ. അത്രയും ആളുകൾ പ്ലാൻ ചെയ്ത് ഒരു അറ്റാക്ക് നടത്തുന്നു എന്നതിനെ കുറിച്ച് നേരത്തെ അറിയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഏതാണ്ട് ഒരു 12 മണിക്കൂറുകളോളം അവരവിടെ അഴിഞ്ഞാടി. അല്ല, വേറെ അത് ഒരു കാര്യം കൂടിയാണ്. ഐ എം സോറി ഇന്റർഫിയർ ചെയ്തതിൽ. അവിടെ ഒരു ഗസയിലെ പാലസ്തീനിയൻസിന്റെ ഒരു ഗവൺമെന്റ് രൂപീകരിച്ചിരുന്നു ഇലക്ഷൻ കഴിഞ്ഞിട്ട്. ഇസ്രായേൽ അങ്ങനെയാണ്, മറ്റേ അവർ ഒരു എന്താ പറയുക, ഞങ്ങൾക്ക് അധികാരമൊന്നും വേണ്ട, നിങ്ങൾ നടത്തിക്കോ നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞ് പിന്മാറാനുള്ള പ്രധാന കാരണം അതാണ്. ഇസ്രായേൽ അവിടെ നിന്ന് പിന്മാറിയത് അതുകൊണ്ട് മാത്രമാണ്. ഇവര് പക്ഷേ വിശ്വാസവഞ്ചനയാണ്. വിശ്വാസവഞ്ചനയാണെങ്കിലും അവിടെ ഇസ്രായേലിന്റെ രണ്ടാമത്തെ ഒരു വീഴ്ചയുണ്ട്. നേരത്തെ ഇന്റൽ കിട്ടിയില്ല. രണ്ടാമത് ഈ അറ്റാക്ക് നടന്നിട്ട് 12 മണിക്കൂർ എടുത്തു ഇവരെ ഒഴിപ്പിക്കാൻ, ഇവരെ തോൽപ്പിക്കാനായിട്ട്. അതിന്റെ പേരിലാണ് ചീഫ് ഓഫ് സ്റ്റാഫ് അവസാനം രാജിവെക്കുക. കുറെ അധികം തലകൾ ഉരുണ്ടു. അതിന്റെ റിപ്പോർട്ട്സ് വന്നപ്പോൾ ഞാൻ ആ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ്. കാരണം പല സ്ഥലത്തും സൈന്യം എത്തുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ്. ഇത്ര വലിയ ശേഷിയുണ്ടെന്ന് പറയുന്ന ഇസ്രായേലിന് സ്വന്തം രാജ്യത്ത് ഇവർ അഴിഞ്ഞാടി കൂട്ടക്കൊല നടത്തുമ്പോൾ ഇസ്രായേൽ ഫൈറ്റർ ജെറ്റ്സിന് വരാൻ പറ്റിയില്ല. വേണം വിമാനം കൊണ്ട് ആക്രമിക്കായിരുന്നു ഇവരെ, ഒന്നും ചെയ്തില്ല. മണിക്കൂറുകളെടുത്ത്. അതുകൊണ്ടാണ് ചിലരൊക്കെ പറയുന്നത് ഒരു മസാദ് കൊണ്ട് അറിഞ്ഞുകൊണ്ട് ഒരു ഓപ്പറേഷൻ നടത്തിയതാണെന്നുള്ള തിയറിയൊക്കെ പറയുന്നുണ്ട്. കാരണം ഈ ഇസ്ലാമിസ്റ്റുകൾ, ഫണ്ടമെൻ്റലിസ്റ്റുകൾ പറയുന്നത് ഇപ്പം ട്വിൻ ടവർ തകർത്തത് ന്യൂയോർക്കിൽ അത് ജൂതന്മാരാണ് എന്ന് പറയുമല്ലോ. അവര് പണ്ട് പറഞ്ഞില്ലേ, ആ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല എന്ന്. സ്റ്റുഡിയോയിൽ എടുത്ത ഫോട്ടോ ആണ് കൊടുത്തത്. അതറിയില്ലേ? 1969 നീൽ ആംസ്ട്രോങ്ങും അരിസോണയിലെ ഏതോ സ്റ്റുഡിയോ, എഡ്വിൻ ആൽഡ്രിനും മൈക്കൽ കോളിൻസും കൂടി പോയി. ആൽഡ്രിനും പിന്നെ നീൽ ആംസ്ട്രോങ്ങും അല്ലേ ആദ്യം ഭൂമിയിൽ ഇറങ്ങിയത്. അവര് പറയണ ഏതൊരു മരുഭൂമിയിൽ അരിസോണയിൽ എവിടെ മാത്രമല്ല കൊടി പറക്കുന്നുണ്ട്, അമേരിക്കയുടെ ഫ്ലാഗ് പറക്കുന്നു, പിന്നെ നിഴൽ വീണു. എവിടെ ഇങ്ങനെ നിഴൽ വീഴും. അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. അവര് പണ്ട് ഭൂമി ഇപ്പോഴും പരന്നാണെന്ന് വിശ്വസിക്കുന്നവരെ കുറിച്ച് വേറെന്ന് പറയാനാ. ചന്ദ്രിക സോപ്പ് ഇത്രമാത്രം സക്സസ് ആവാനുള്ള പ്രധാന കാരണം എന്താ? അവരുടെ ചന്ദ്രിക ദിനപത്രം അല്ലേ. കേശവ വൈദ്യരെ ആളും എടുക്കണായിരുന്നു. കാരണം പച്ച നിറത്തിലുള്ള കവറിനകത്ത് ഇട്ടിട്ടാണ് ചന്ദ്രിക സോപ്പ് വിപണനം ചെയ്തത്. ഒരു മാർക്കറ്റിംഗും വേണ്ടിയൊന്നുമില്ല. എല്ലാവരും ചന്ദ്രിക സോപ്പേ മേടിക്കുള്ളൂ. ഒരു പ്രത്യേക വർഗത്തിൽപ്പെട്ട എല്ലാവരും സമ്മതിച്ചു. അതിനെപ്പറ്റി മലയാറ്റൂർ രാമകൃഷ്ണൻ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ആ കഥ വായിച്ച കേശവൻ വൈദ്യര് മലയാറ്റൂർ രാമകൃഷ്ണൻ 500 രൂപ മണി ഓർഡറായിട്ട് അയച്ചു കൊടുത്തു അന്ന്. അപ്പൊ അത് ഞാൻ പിന്നൊരിക്കൽ പറയാം. കഥ പറഞ്ഞാൽ നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും. ഇത്രയും പറഞ്ഞിട്ട് പ്രേക്ഷകരെ ചതിക്കരുത്, ഒന്ന് പറഞ്ഞു. അതായത് ഒരു ബ്രിഗേഡിയർ കഥകളുണ്ട് അതിനകത്ത്, മലയാറ്റൂരിന്റെ ബ്രിഗേഡിയർ കഥകൾ. അപ്പൊ ബ്രിഗേഡിയർ വിജയൻ മേനോൻ, അത് കലാമുതൽ വന്നതാണ്. ബ്രിഗേഡിയർ വിജയൻ മേനോൻ ഏതോ ആഫ്രിക്കയിലെ ഏതൊരു കാട്ടില് പെട്ടുപോയി. കാട്ടിൽ ഇവിടെ ആദ്യം മറ്റേ ശിക്ഷ ഇതാണ് എന്താ പറയുക, ആദിമ ജാതിയിലെ ട്രൈബൽസിന്റെ ഇടയിൽ പെട്ടുപോയി. ട്രൈബൽസിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞിങ്ങനെ അവിടെ ആദ്യം കൊല്ലാനായിട്ടാണ് തീരുമാനിച്ചത് അവർ. പിന്നെ ഈ മനുഷ്യൻ്റെ പെരുമാറ്റവും ഇതെല്ലാം ഇരിക്കുന്ന കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായത് നല്ല ആളാന്ന്, കൊല്ലണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ട്രൈബൽസിൻ്റെ നേതാവിൻ്റെ മകൾക്ക് ഇയാളോട് വലിയ പ്രേമായി. അപ്പോൾ നേതാവ് ഉറങ്ങിക്കഴിയുമ്പോൾ ഈ പെണ്ണ് എന്താ പറയുന്നത് ബ്രിഗേഡിയർ അന്വേഷിച്ചിട്ട് ചെല്ലും. അതിന് അവർ രാത്രി മുഴുവൻ അവർ ഒരുമിച്ചായിരിക്കും. അപ്പോൾ ഈ പെണ്ണിൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് കല്യാണമൊന്നും കഴിക്കാറായില്ലെന്ന് ബ്രിഗേഡിയർ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു അവളുടെ മേത്തെ ഒരു സൂക്കേടുണ്ട്, മറ്റേ എന്താണ് ലെപ്രസിയാണ്, അപ്പോൾ അത് കാരണം ആരും എന്നെ കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബ്രിഗേഡിയർ പറഞ്ഞു കാണട്ടെ എന്ന് പറഞ്ഞു. നോക്കിയിട്ട് അത് വിളക്കൊക്കെ കത്തിച്ച് നോക്കി കഴിഞ്ഞിട്ട് ഇത് ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. ഒരു കുഴപ്പമില്ല, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ബ്രിഗേഡിയറുടെ സൂട്ട് കേസിനകത്തുണ്ടായിരുന്ന ഒരു മരുന്ന് ഒരു കഷ്ണം ഇതെടുത്തിട്ട് അവൾക്ക് കൊടുത്തു. അവൾ തേച്ച് ഒരാഴ്ച ആ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഈ പാട് മൊത്തം അപ്രത്യക്ഷമായി. അവർക്ക് ഭയങ്കര ഇതായി. ഉടനെ തന്നെ അവർ ബ്രിഗേഡിയറെ മോചിപ്പിച്ചു. നിങ്ങൾ നല്ല ഒരു വൈദ്യനാണല്ലോ, നിങ്ങൾ ജനങ്ങളെ പോയി സേവിക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ അനന്തപുരി ക്ലബിലിരുന്നിട്ട് മറ്റേ ബ്രിഗേഡിയറുടെ കൂട്ടുകാരല്ലേ, എന്താ പ്ലാന്റർ, പൗലോസ്, നടേശൻ, വക്കീൽ എല്ലാവരും കൂടി ഇരുന്ന് ചോദിച്ചു, ബ്രിഗേഡിയർ സാബ് അത് എന്ത് മരുന്നായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കൂട്ടരെ അത് നമ്മുടെ കേശവൻ വൈദ്യരുടെ ചന്ദ്രിക സോപ്പായിരുന്നു. ഇത് കഥ വായിച്ചിട്ട് ഇത് മലയാറ്റൂർ എൻ്റെ അടുത്ത് പറഞ്ഞാണ്. 500 രൂപ അയച്ചു തന്നുകൂടോ എനിക്ക് വൈദ്യുതി പറഞ്ഞാണ്. കഥ ഞാൻ വായിച്ചിട്ടുള്ളത് കഴിഞ്ഞിട്ട്. അപ്പൊ അത് പ്രസിദ്ധീകരിച്ച് തന്നു കഴിയുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞ് കേശവൻ വൈദ്യര് 500 രൂപ എനിക്ക്. വലിയ പബ്ലിസിറ്റി അല്ലേ?
ഏതായാലും സിയർ കാഷൻ ഇതിന് ഒരു ഉദാഹരണമായ മനുഷ്യനായിരുന്നു, സഹൃദയനായിരുന്നു. പിന്നെ അപ്പോൾ അതേപോലെ ആയി ഈ മൊസാദിനും ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ എല്ലായിടത്തും പറ്റുമല്ലോ. അത് ഇതൊരു വലിയ കോസ്റ്റ്ലി മിസ്റ്റേക്ക് ആയിപ്പോയി, സീരിയസ് മിസ്റ്റേക്ക് ആയിപ്പോയി. ഇനി അവർ വിട്ടുകൊടുക്കില്ല. ഓൾ സെഡ് ആൻഡ് ഡൺ. ഞാൻ ഇന്നും എനിക്ക് ഈ ഓർഗനൈസേഷനെ പറ്റിയിട്ട് അവരുടെ ശത്രുക്കളും അവരുടെ മിത്രങ്ങളും എല്ലാവരും നല്ല കാര്യം മാത്രമേ എഴുതുള്ളൂ. ഇസ്രായേലി ജനത എന്ന് പറഞ്ഞാൽ ജൂതന്മാർ അതിബുദ്ധിമാന്മാരാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ വെല്ലുവിളികൾ അവസരങ്ങളാക്കി മാറ്റുന്നതിൽ അവരെ തോൽപ്പിക്കാൻ വേറെ ആരുമില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം സുനിലിൻ്റെ അടുത്ത്. ഞാനൊരു ഇസ്രായേലി ഡോക്ടറുടെ, അയാളുടെ സയൻറ്റിസ്റ്റ് കൂടിയാണ്, അയാളുടെ ഒരു പ്രസംഗം അറ്റൻഡ് ചെയ്തിരുന്നു, ഇൻ്ററാക്റ്റീവ് സെഷൻ ചെന്നൈയിൽ വെച്ചിട്ട്. അപ്പോൾ അയാൾ പറഞ്ഞു ഈ അവർക്ക് ഒരു പരിക്കേറ്റാൽ, ഇപ്പം വെടി കൊണ്ടു ശരീരത്തിൽ എവിടെയെങ്കിലും 2-3 ഭാഗത്ത് വെടി കൊണ്ട് ബ്ലീഡ് ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു അപകടം പറ്റുകയാണെങ്കിൽ, ഒരു കണ്ടുപോകാനും ബ്ലീഡിങ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലീഡിങ് നിർത്താനായിട്ടുള്ള ടെക്നോളജി അവരുടെ കയ്യിലുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഇവരെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവരുടെ പലപ്പോഴും ഗോൾഡൻ അവേഴ്സിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ ആൾ മരിച്ചു പോകുമല്ലോ. അപ്പോൾ ആ ഗോൾഡൻ അവേഴ്സ് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്ലീഡിങ് നിർത്താൻ വേണ്ടി ഒരു 1-2 മണിക്കൂർ നേരത്തേക്ക് ജീവൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവേഷണം നടത്തി. അവരങ്ങനെ ഒരു മരുന്ന് ഡെവലപ്പ് ചെയ്തു, ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർ അത് കണ്ടുപിടിക്കില്ലായിരുന്നു. അവരുടെ കയ്യിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. അവരുടെ നമുക്ക് റെഡ് ക്രോസ് ഇല്ലേ, ഇപ്പോൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണല്ലോ റെഡ് ക്രോസ്. അപകടം പറ്റിക്കഴിഞ്ഞാൽ, അത്യാഹിതം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാർ ഓടിയെത്തി അവരെ രക്ഷപ്പെടുത്താൻ, ഈ വിക്ടിംസിനെ രക്ഷപ്പെടുത്തും. ഇസ്രായേലിന് സ്വന്തമായിട്ട് റെഡ് ക്രോസിനെ പോലൊരു ഓർഗനൈസേഷനാണ്, ഞാൻ പേര് മറന്നുപോയി അതിൻ്റെ. ഞാൻ അതിൻ്റെ ഒരു ആളെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു, ഒരു യഹൂദനാണ്. അയാളെ മദ്രാസിൽ വന്നപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ഞാൻ അത് എഴുതുകയും ചെയ്തിരുന്നു. നേഴ്സുമാരും അതുപോലെ എൻ്റെ വോളണ്ടിയേഴ്സുമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ ഈ താഴത്ത് വീണു എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ബസ് തട്ടിയോ ബൈക്ക് തട്ടിയൊക്കെ വീണ് കഴിഞ്ഞ് കഴുത്തിനൊക്കെ ഒടിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ അവരെ നമ്മൾ വീണ് കിടക്കുന്ന ആൾക്കാരെ എടുക്കുന്നൊരു രീതിയുണ്ട്. എടുത്ത് ഹോസ്പിറ്റലിലേക്ക് വാഹനത്തിലേക്ക് കടത്താൻ, ആ സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് അവരാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അപകടം പറ്റി വഴി കിടക്കുന്ന ആളുകളെ നമ്മൾ കോരിയെടുത്താൽ നട്ടിലൊരു ഫ്രാക്ചർ വരാൻ സാധ്യത വളരെ. അതെ, അത് എടുക്കുന്ന ഒരു പ്രത്യേക പൊസിഷനിൽ എടുക്കണം. അത് അവർ ഡെവലപ്പ് ചെയ്ത സാങ്കേതിക വിദ്യയും അവരതിനുള്ള മരുന്നും ഇത് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഈ പാലസ്തീനിയൻസിനോട് നന്ദി പറയണം. അവർ ഇത് ജീവിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് അവർ ജീവിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച. അതെ, മരുഭൂമിയിലല്ലേ അവർക്ക് കിട്ടിയത് മുഴുവൻ, മരുഭൂമിയിലാണ് കിട്ടിയത്. ഈ മരുഭൂമിയിൽ ചതുപ്പ് നിലം കുറെ ഉണ്ടായിരുന്നു. ഈ ചതുപ്പ് നിലത്തിൽ മുഴുവൻ എന്നും വെള്ളം കിട്ടിക്കിടക്കും. അവരെന്ത് ചെയ്തു? യൂക്കാലിപ്റ്റസ് ഒടിച്ചു പിടിപ്പിച്ചു എല്ലായിടത്തും. യൂക്കാലിപ്റ്റസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, വെള്ളം മുഴുവൻ സക്ക് ചെയ്യും. അത് സക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവസാനം അവർ മൊത്തം വെട്ടിക്കളഞ്ഞു. അത് അതിൻ്റെ റൂട്ട്സ് ഒന്നുമില്ലാത്ത രീതിയിൽ അവശേഷിക്കാത്ത രീതിയിൽ വെട്ടിക്കളഞ്ഞു. അവിടെ കൃഷിഭൂമിയാക്കി കൃഷി ചെയ്യണവർ. ദിസ് സോ ഹാപ്പൻസ്. ഇൻ്റലിജൻസ് പരാജയം. ഇപ്പോൾ പ്രസിഡന്റ് കെന്നഡിനെ വെടിവെച്ച് കൊന്ന വിവരം CIA കിട്ടിയിരുന്നോ, FBI കിട്ടിയിരുന്നോ? അയാൾ അപകടം നേരിടും എന്ന് പറഞ്ഞ് ഒരു മുന്നറിയിപ്പുണ്ട്, അവർക്ക് കിട്ടിയില്ലല്ലോ. കിട്ടിയില്ല. പക്ഷെ മൊസാദിന് അറിയാമായിരുന്നു അത്. ഏതായാലും മൊസാദിൻ്റെ കഥകൾ വലിയ അത്ഭുതപ്പെടുത്ത കഥകളാണ്. നമുക്ക് മൊസാദിൻ്റെ കഥകൾ എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ആരംഭിക്കണം. തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതാണ്, തീർച്ചയായിട്ടും. ഏതായാലും നമുക്ക് ഈ നീലക്കുരുവികൾ വന്നാണ് ഖമനേയിയെ ഖൂറികളുടെ ലോകത്തേക്ക് പറഞ്ഞു വിട്ടതെന്നുള്ളത് ഏറ്റവും പുതിയ വാർത്തയാണ്. കാരണം അത് ഒരു പുതിയൊരു മിസൈൽ സങ്കേതമാണ്. അതായത് ഭൂമിയിൽ നിന്ന് സ്പേസിലേക്ക് പോയിട്ട് അവിടെ നിന്ന് റീ എൻട്രി വെഹിക്കിളായിട്ട് വരുന്ന വലിയ കൂറ്റൻ ഭാരമുള്ള മിസൈലുകൾ. അത് അതിവേഗത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരം 30 എണ്ണം വീണിട്ടാണ് നമ്മുടെ ഈ ആത്മീയ നേതാവിനെ, നമ്മുടെ അല്ല അവരുടെ നേതാവിനെ ഫിനിഷ് ചെയ്തു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. സുനിൽ, വേറൊരു കാര്യം കൂടി ഉണ്ട്. ISRO അടുത്ത കാലത്ത് ഒരു ഇസ്രായേലി ചാര ഉപഗ്രഹം ലോഞ്ച് ചെയ്തിരുന്നു. ആ ഉപഗ്രഹത്തിൻ്റെ
പർപ്പസ് എന്താണെന്ന് കൂടി നമുക്ക് അവർ പുറത്തുവിട്ടിട്ടുള്ള ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്നോ ഉപയോഗിച്ചാ പോയത്. ലോ എർത്ത് ഓർബിറ്റിൽ പോകുന്ന ഒരു വാഹനം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് റിമോട്ട് സെൻസിങ് ആണോ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണോ ഇതൊന്നും അവർ പറഞ്ഞിട്ടില്ല. അതിൻ്റെ പർപ്പസിനെ അറിയണമെങ്കിൽ എവിടെയെങ്കിലും ഇതേപോലെ ഒരു സംഭവം നടക്കുമ്പോഴായിരിക്കും അറിയണം. അതിനകത്തും ചുമന്ന കുരുവികളോ മഞ്ഞക്കുരുവികളോ ഉണ്ടാവില്ല എന്നുള്ളത് ആർക്കറിയാം. അവർ അത്രമാത്രം ടെക്നോളജിക്കലി ഡെവലപ്ഡാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെ പ്രിയനുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ ഡിജിറ്റൽ സാറ്റലൈറ്റ് ന്യൂസ് ഗ്യാതറിങ് DSNG അത് ഡെവലപ്പ് ചെയ്ത് ഇസ്രായേലാണ്. ടെലിവിഷൻ പ്രക്ഷേപണം വളരെ സിംപ്ലിഫൈ കണ്ടുപിടിക്കാത്ത എന്താ ഉള്ളത്? ജൂതവിരോധമുള്ള അവരുടെ കയ്യിലിരിക്കുന്ന, ഇവിടെ ജൂതനെതിരെ പോസ്റ്റ് ഇടുന്ന കേരളത്തിലെ സഖാക്കളും സുഡാപ്പികളും ഓർമ്മിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ജൂതൻ്റെയാ. ജൂതൻ്റെ സാധനങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങളുടെ ചാനൽ നടത്താൻ പറ്റൂല. ഏതായാലും ഇത് പുതിയ അത്ഭുതകരമായ ഒരു വാർത്തയാണ്. പുതിയ ഇസ്രായേലിൻ്റെ പക്കലുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് ലോകം അറിയുന്നത് പലപ്പോഴും ഇത്തരം യുദ്ധങ്ങളിലൂടെയാണ്. അതിലൊന്നാണ് ഇപ്പോൾ ബ്ലൂ സ്പാരോ. അടുത്ത സ്പിരിച്വൽ ലീഡർ ആവാനായിട്ട് തെരഞ്ഞെടുക്കുന്ന ആൾക്ക് കുരുവികളെയും പേടിയായിരിക്കും. അപ്പൊ മിക്കവാറും നിർബന്ധിച്ചു കൊണ്ടിരുത്തേണ്ടി വരും സ്പിരിച്വൽ ലീഡർ ആണ്. വാർത്ത വന്നിട്ടുണ്ട്, മസ്തബാഹബനിയെ പ്രഖ്യാപിച്ചിട്ടില്ല, സുരക്ഷാ കാരണങ്ങളാൽ പ്രഖ്യാപനം നീട്ടിക്കും. പ്രഖ്യാപിച്ച അപ്പം അമേരിക്ക തട്ടു. പണ്ട് ഹമാസിന്റെ ചീഫിനെ കൊന്ന പോലെ ഹമാസിന്റെ 2 ചീഫുകളെ അടുപ്പിച്ചു കൊന്നവര്. നമ്മൾ കഴിഞ്ഞ ചീഫ് വേണ്ടെന്നല്ല, ചീഫ് ഉണ്ടാവും, പക്ഷെ ഞങ്ങൾ ആ ചീഫിനെ പുറത്തു പറയില്ല. ഏതായാലും നമുക്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും സംസാരിക്കാം. സാർ, എന്തായാലും പ്രേക്ഷകരെ, കുമാർ ചെല്ലപ്പൻ സാർ എന്ന് പറയുന്ന നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട അതിഥി ഇവിടെയുണ്ട്. അദ്ദേഹം അതിഥിയല്ല, ഇപ്പോൾ നമ്മുടെയൊക്കെ എന്നോട് ഒരാൾ പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിലൊരു അംഗം പോലെയായി കുമാർ ചെല്ലപ്പൻ സാർ എന്നാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുമാർ ചെല്ലപ്പൻ സാറുമായിട്ടുള്ള വർത്തമാനം നമ്മൾ തുടരുന്നുണ്ട്. നമ്മുടെ ചാനലിനൊപ്പം സഞ്ചരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും അത് ചെയ്യണമെന്നുള്ള അഭ്യർത്ഥന കൂടി പറയുന്നു.